അഡ്വക്കേറ്റ് താങ്കൾക്ക് തുടരാം. അല്ല, ഒന്ന് അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന്റെ നയങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിന്റെ നയത്തിൽ ഒരു വ്യതിയാനവും വന്നിട്ടില്ല. നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ ആകമാനം ഇടതുപക്ഷം അപമാനിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ഇടതുപക്ഷത്തെ മുസ്ലിം വിരുദ്ധരാക്കി തീർക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം കുറെ കാലങ്ങളായി നടക്കുന്നു. അതിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെയും സംഘപരി എല്ലാ കാലത്തും RSSനെ അതുപോലെ തന്നെ മുസ്ലിം ഭീകരവാദത്തെയും ഒരുപോലെ എതിർത്തിട്ടുള്ളതാണ് CPIM. അതിന്റെ തുടർച്ചയാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ അത് മനസ്സിലാക്കാതെ മലപ്പുറത്തെ അപമാനിച്ചു, മുസ്ലിം സമുദായത്തെ അപമാനിച്ചു. ഇപ്പോ ഇതാ മതഫത്വ പുറപ്പെടുവിക്കുവാൻ ശ്രീ ജലീൽ ആവശ്യപ്പെട്ടത് അതിനെ പറ്റി ചോദ്യം ചെയ്തു. അതിന്റെ ചോദ്യത്തിലെ ഒരു അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ സഖാവ് MV ഗോവിന്ദന്റെയും CPM-ന്റെ അഭിപ്രായം മതപരമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം മതനിരപേക്ഷത എന്ന് പറയുന്നത് മതനിരാസമല്ല. മതനിരപേക്ഷത എന്ന് പറയുന്നത് മതനിരാസമാണെന്ന് വരുത്തി തീർക്കുകയും ഞങ്ങളെ ഇടതുപക്ഷത്തെ ആകമാനം കരുതേച്ചു കാണിക്കുന്നുള്ള ശ്രമമാണ് ഇക്കാര്യത്തിൽ. CPM-നെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മതേതരത്വം കൊണ്ട് വിവക്ഷിക്കുന്ന എന്താണ് അഡ്വക്കേറ്റ് അസ്ക? എന്താണ് നിങ്ങൾ കരുതുന്നത് ഒരു മതത്തിന്റെ സർവാധിപത്യമല്ല, ഒരു മതത്തിലെ ഒരു വിഭാഗത്തിന്റെ സർവാധിപത്യമല്ല ഇടതുപക്ഷം കാണുന്നത്. അതല്ല ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ബഹുസ്വരതയെ വിശ്വസിക്കുകയും ഇന്ത്യയുടെ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായി സർവ്വമതങ്ങളും സൗഹാർദ്ദത്തോടെ മാലയിട്ട് പോയി കഴിഞ്ഞാൽ നടപടിയെടുത്ത പാർട്ടിയാണ്. അതേസമയം ഇപ്പുറത്ത് പോവാം. അങ്ങനെ ഇപ്പോ അൻവർ പറയുന്നത് എന്താ, പള്ളിയിൽ പോകുന്ന എല്ലാവരും ഒരു ഘട്ടത്തിലെത്തുമ്പോ ആ ഘട്ടത്തിൽ അവനവന് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ആ വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി വിശ്വാസത്തെ മുറുകി പിടിക്കുകയും വിശ്വാസത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പോലെയുള്ളത്. അൻവർ പറഞ്ഞതും അത് തന്നെയാണ്. അദ്ദേഹം നമസ്കരിക്കുന്ന മുസൽമാനായതുകൊണ്ട് അദ്ദേഹത്തെ CPM അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതാണല്ലോ നാം അൻവറിൽ കണ്ട ഏറ്റവും വലിയ എവല്യൂഷൻ എന്ന് പറയുന്നത്. ആ എവല്യൂഷനിലേക്കല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ പുരോഗമന സമൂഹമാണ്. ആ പുരോഗമന സമൂഹത്തിൽ പുരോഗമനാത്മകമായിട്ടുള്ള ചിന്തകളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുമാണ് വേണ്ടത്. അതുകൊണ്ട് KT ജലീൽ പറഞ്ഞത് CPM-ന്റെ അവസാന വാക്കായി കരുതുകയും വേണ്ട. KT ജലീൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക തിയോളജിയിൽ അധിഷ്ഠിതമായി ഒരു സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാനാകുമെങ്കിൽ അത് ഇസ്ലാം മതപൗരോഹിത്യത്തിന് കഴിയും എന്നുള്ള ഉറച്ച ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. അതൊരു ശരിയായ നിഗമനത്തിലേക്ക് അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അല്ല, ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് അങ്ങനെയാണോ പറയേണ്ടത്? ഇപ്പം ജലീലിന്റെ പ്രസ്താവന അത് പറഞ്ഞു, ഷാജഹാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്ന ആളാണ്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്താ പറയേണ്ടത്? മത നേതാക്കന്മാരൊന്നുമല്ല, അത് ഞങ്ങളുടെ നിയമ സംവിധാനം നോക്കിക്കോളും, അങ്ങനെയല്ലേ പറയണ്ട? ആ ഒരു മറുപടിയല്ലേ ഗോവിന്ദനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിയമ സംവിധാനം നോക്കുന്നില്ല. ഇപ്പൊ കുമ്പസാരിച്ചാൽ മാനസാന്തരം ഉണ്ടാവുന്നു, പാപങ്ങൾ കഴുകിക്കളയപ്പെടുമെന്ന് ഒരു ക്രിസ്തീയ മതവിശ്വാസമാണ്. പക്ഷെ കുമ്പസരിച്ചത് കൊണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായി കഴിഞ്ഞു. കുമ്പസാരിച്ചത് കൊണ്ട് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അത് ആ രീതിയിൽ അതിനെ കാണ്, ആ രീതിയിൽ അതിനെ അഭിസംബോധന ചെയ്യണം. CPM-ന്റെ സെക്രട്ടറി വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയാണ്. അത്തരത്തിൽ മത നേതാക്കന്മാർ വിചാരിച്ചാൽ പാർട്ടിക്ക് യോജിച്ച അഭിപ്രായമാണോ എന്ന് നിങ്ങളെ പാർട്ടി സഖാക്കന്മാരെ തന്നെ ചിന്തിക്കുക. അഡ്വക്കേറ്റ് അസ്ക, യെസ്, സമ്മേളനത്തിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഷാജഹാൻ പറയുന്നത്. ഓക്കെ, വളരെ നന്ദി അഡ്വക്കേറ്റ് അസ്ക. കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഭാരവാഹിയെങ്കിലും ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കൂടുതൽ CPM-നെ താങ്ങുന്ന ഒരാളാണല്ലോ. എന്തെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറെങ്കിലും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടിപിടി ഉണ്ടാവാതെ നോക്കിക്കോണം, അടി കിട്ടാതെ അടി കൊടുക്കാതെ നോക്കിക്കോണം. ശരി അഡ്വക്കേറ്റ് അസ്ക.